ഏകദേശം ഒരു 3 പച്ചമാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ചെറുത്. അത് കല്ലുപ്പ് ചേർത്ത് നമ്മൾ അരമണിക്കൂർ വെക്കുക. ഇത് നമ്മുടെ ചേരുവകളെല്ലാം എടുത്ത് വെക്കുക. നല്ലെണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. ചെറു ചൂടോടെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. അപ്പം അത് നമുക്കറിയാം, അരമണിക്കൂറോളം നമ്മൾ പച്ചമാങ്ങ വെക്കുമ്പോൾ കല്ലുപ്പിനോടൊപ്പം അതിൽ നിന്ന് ജലാംശം ഇറങ്ങുന്നതായിരിക്കും. അപ്പം മാങ്ങ കുറച്ച് സോഫ്റ്റായി മാറും. അപ്പം കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം കറിവേപ്പില ആഡ് ചെയ്യണം. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറ്റൽമുളക് ഏകദേശം ഒരു 2 വറ്റൽമുളകേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. 3 പച്ചമാങ്ങയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി അല്പം ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ വെളുത്തുള്ളി മൂത്ത ശേഷം നമ്മളങ്ങ് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഏകദേശം ചൂടോടെ തന്നെ ഇരിക്കുകയായിരിക്കും എണ്ണ. ആ ചെറു ചൂടിലാണ് ബാക്കി പൊടി ആയിട്ടുള്ള ചേരുവകൾ ചേർക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ കടുക് പൊടിച്ചും ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊടിച്ച് ചേർത്തിളക്കിയ ശേഷം കായപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഓളം കായപ്പൊടി നമ്മൾ ചേർക്കും. ഉലുവാപ്പൊടി അതും ഏകദേശം 1/4 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂണോളം, ഇതുപോലത്തെ ചെറിയ സ്പൂണാണ്, 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. അത് 2 കാശ്മീരിയും സാദാ വറ്റൽമുളകും കൂടെ രണ്ടും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം മൂപ്പിച്ചെടുക്കേണ്ടത്. ആ പച്ച മണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ആ കല്ലുപ്പ് ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് മൂക്കണം അത് പൊടിയെല്ലാം. ഏകദേശം മൂത്ത് ആ പച്ചമണം കൊണ്ട് മാറുമ്പോഴാണ് നമ്മുടെ മാങ്ങ അതിലോട്ട് ചേർക്കേണ്ടത്. അത് നല്ലതായിട്ട് ആ ചേരുവകളെല്ലാം ആ മാങ്ങയിലോട്ട് പുരട്ടിയെടുക്കുക. ശേഷം ചെറു ചൂടോടെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ സിമ്മിൽ തന്നെ തീ ഇട്ടിട്ട് ചെറു ചൂടോടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. അല്ലെങ്കിൽ കല്ലുപ്പ് വെള്ളത്തിൽ ചാലിച്ച്, ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ചാലിച്ച് ആവശ്യത്തിന് അനുസരിച്ചുള്ള ജലാംശവും ഉപ്പും ചേർത്ത് നമ്മൾ ഇത് ഇളക്കിയെടുത്താൽ നല്ല മാങ്ങ അച്ചാർ റെഡിയായി ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുക.